ദേവന്മാരെയും ദേവേന്ദ്രനെയും നളൻ ധിക്കരിച്ചതിൽ ഇദ്ദേഹം രോഷാകുലനാവുകയാണ്, കലി. അപ്പം അതുകൊണ്ട് അവൻ്റെ ജീവിതം തകർത്തിട്ടേ ഞാൻ അടങ്ങൂ എന്ന് അദ്ദേഹം ദേവന്മാരുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി താൻ ഒരു പ്രതികാരവും അവരോട് ചെയ്യേണ്ടതില്ല, ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചിട്ട് വരികയാണ് അവരെ. ഞങ്ങൾക്ക് ദമയന്തിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. നളനെ കണ്ടതോടുകൂടി അവർ തമ്മിലാണ് ചേർച്ച. അങ്ങനെ ഒരു മാനുഷനും ഒരു മാനുഷയും തമ്മിൽ ചേരട്ടെ എന്ന് നിശ്ചയിച്ച് ഇദ്ദേഹത്തിൻ്റെ ധർമ്മബോധത്തെക്കുറിച്ച് സ്വർഗത്തിൽ കേട്ടിരിക്കുന്നു. അപ്പോൾ ആ ധർമ്മബോധം എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഒരു ദൗത്യമേൽപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കാമുകയും ഭാവി പത്നിയുമാകാൻ പോകുന്ന ആളിനെ ഞങ്ങൾക്ക് വധൂകരിച്ച് തരുന്നതിനുള്ള ദൗത്യവുമായി അദ്ദേഹത്തെ വിടുകയായിരുന്നു. ആ ദൗത്യ നിർവഹണത്തിൽ അദ്ദേഹം ത്യാഗബുദ്ധിയോടുകൂടി തന്നെ ഇടപെടുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു ഞങ്ങളുടെ ഇക്കാര്യത്തിലുള്ള കൃത്യം. അത് അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യുകയും ദമയന്തി നളന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുകയും അവർക്ക് 2 വരങ്ങൾ വീതം ഞങ്ങൾ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തൻ്റെ പ്രതികാരം ഞങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ വേണ്ട, ഞങ്ങൾക്കതിൽ താല്പര്യമില്ല, ഞങ്ങൾക്കൊരു പ്രതികാരവുമില്ല അവരോട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ പ്രതികാരം ചെയ്യും. ഞാൻ ദമയന്തിയെ മോഹിച്ചു വന്നയാളാണ്, ഞാനും അത് ദ്വാപരനും അത് മോഹിച്ചു വന്നയാളാണ്. അതുകൊണ്ട് ഈ കലിയും ദ്വാപരൻ്റെയും അംശത്തിൽ നിന്ന് സംഭൂതന്മാരാണ് ദുര്യോധനനും ദുശാസനും. ഇതാണ് ഈ ഉപകഥ തന്നെ കൊണ്ട് ഇതിങ്ങനെ പിടിപ്പിക്കാനുള്ള കാരണം. ഏത് ഉപകഥയും ഇതിൻ്റെ ഒരു പോഷക നദിയായിരിക്കും, ഒഴുകി ഇതിലേക്ക് ചേരും. മഹാഭാരതത്തിൻ്റെ മുഖ്യധാരയായ പാണ്ഡവ കൗരവ കഥയിലേക്ക് ഒഴുകിച്ചേരുന്ന പോഷക നദിയായിട്ട് ഭവിക്കും എന്ന് വ്യാസന് ബോധ്യമില്ലാത്ത ഒരു ഉപകഥയും അതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു എൻസൈക്ലോപീഡിയ എഴുതുകയായിരുന്നു വ്യാസൻ്റെ ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഉദ്ദേശമേ വ്യാസനില്ല. അതിന് എൻസൈക്ലോപീഡിയ പ്രത്യേകം എഴുതാൻ അദ്ദേഹത്തിന് അറിയുമായിരുന്നു, അങ്ങനെ എഴുതണമെങ്കിൽ. എല്ലാ ഉപാഖ്യാനങ്ങളും മഹാഭാരതത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന, പ്രവചനം ചെയ്തിരിക്കുന്ന എല്ലാ ഉപാഖ്യാനങ്ങളും മഹാഭാരതത്തിലെ ഏതെങ്കിലും ഭാവവുമായിട്ടോ ഏതെങ്കിലും കഥാപാത്രവുമായിട്ടോ ഏതെങ്കിലും ദൃശ്യവുമായിട്ടോ ഏതെങ്കിലും സംഭവവുമായിട്ടോ ഒരു ആത്മബന്ധമുള്ളവയാണ്. നാഭീനാളബന്ധമുണ്ട്, ഒരു രക്തബന്ധമുണ്ട്, ഒരു വൈകാരിക ബന്ധമുണ്ട്. വെറുതെ ഒരു കഥ എഴുതി ചേർക്കുകയല്ല. പണ്ട് ഇങ്ങനൊരു കഥയും നാട്ടിലുണ്ടായിരുന്നു, ആ കഥയും ഇരുന്നോട്ടെ. അങ്ങനെയാണെങ്കിൽ എത്രയോ കഥകൾ എഴുതി ചേർക്കേണ്ടി വരും. ഗുണാഢ്യൻ്റെ തന്നെ കഥകൾ എത്രയാണ്. ഗുണാഢ്യൻ വ്യാസന് മുൻപായാലും പിൻപായാലും ഗുണാഢ്യൻ്റെ കഥകളെല്ലാം അദ്ദേഹം സമൂഹത്തിൽ നിന്ന് ശേഖരിച്ചെടുത്തതാണ്. പിന്നെ അതിനകത്തേക്ക് ഭാവനയും കലരും. ഇപ്പോൾ ഭാരതത്തിൽ അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നോ വ്യാസൻ്റെ കാലത്ത്, അതെല്ലാം കൂടി ചേർത്ത് വ്യാസൻ ഒരു എൻസൈക്ലോപീഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, സർവ്വവിജ്ഞാനകോശം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നാണ് സൂറൻസൻ പറഞ്ഞത്. കീത്തിനും അഭിപ്രായം ഉണ്ടായിരുന്നു, ഇതൊരു വായിച്ചു നോക്കുമ്പോൾ ഇതൊരു കാവ്യമായിട്ടല്ല തോന്നുന്നത്. ഇത് കാവ്യമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇവർക്ക് എന്തിനാ കാവ്യമായിട്ട് തോന്നിയത്? ഞാൻ കാവ്യം എഴുതുന്ന ആളല്ല, ഞാൻ കഥാകൃത്തല്ല, ഞാൻ ഗായകനല്ല, പാട്ടുകാരനല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതുന്നത് കൃഷ്ണവേദമാണ്, ഞാൻ എഴുതുന്നത് ജയമാണ്. ഇവരോടിത് കഥയാണെന്ന് വിചാരിക്കാൻ പലരും പറഞ്ഞു. ഞാൻ എഴുതുന്നത് ജയമാണ്. എന്താണ് ജയം എന്ന് പേരിട്ടത്? ജീവിതത്തെ ജയിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. നിങ്ങളുടെ ജീവിതം വിജയപ്രദമായി കലാശിപ്പിക്കണമെങ്കിൽ ദുഃഖം അനുഭവിക്കാതെ ജീവിതത്തെ ആനന്ദകരമായി ജീവിച്ച് അവസാനിപ്പിക്കുന്നതിന് എന്ത് ചെയ്യണമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ജയമെന്ന് പേരിട്ടത്. ജീവിത വിജയമാണിത്. ജീവിത വിജയത്തിന് അനുഷ്ഠിക്കേണ്ടുന്ന ഉപാധികൾ കഥയായി പറഞ്ഞിരിക്കുകയാണ്, കഥയായി ഉപദേശിച്ചിരിക്കുകയാണ്. അതിനകത്ത് പോയിട്ട് ഇവർ
ഇത് കാവ്യമാണെന്നും കഥയാണെന്നും ഇതിനകത്ത് ഉള്ള കഥ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്നതാണെന്നും ഒറ്റ വാക്യത്തിലോ 2 വാക്യത്തിലോ 3 വാക്യത്തിലോ പറയാവുന്നതേ ഉള്ളൂ ഇതിനകത്തെ കഥയെന്നും 6000 ശ്ലോകം ഉണ്ടായിരുന്നുള്ളൂ ഒരാൾ, 8000 ശ്ലോകം ഉണ്ടായിരുന്നുള്ള ഒരാൾ, അല്ല 8400 ഉണ്ടായിരുന്നത് വേറൊരാൾ, 24,000 ഉണ്ടായിരുന്നത് വേറൊരാൾ. ഇതൊക്കെ ചുരുക്കിയും സംക്ഷേപിച്ചും ഈ കഥ പലതരത്തിൽ പ്രചരിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ. അങ്ങനെയാണ് ഇതിൽ പല വേർഷൻസ് വരുന്നത്, പല പാഠങ്ങൾ വരുന്നത്. കഥ മാത്രമായിട്ട് അറിയേണ്ടവർക്ക് ചുരുക്കി, ശ്ലോകങ്ങൾ ചുരുക്കി കഥ മാത്രമായിട്ട് ഉപദേശിച്ചു കൊടുക്കും. ഇത് നാട്ടിൽ തന്നെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രന്ഥം ഉണ്ടാവും. കഥ മാത്രമായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തെടുക്കാം, തിരഞ്ഞെടുക്കാം. കഥാഭാഗങ്ങൾ വരുന്ന ശ്ലോകങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ഒരു എഡിഷൻ ഉണ്ടാക്കാം, ഇപ്പോഴും ഉണ്ടാക്കാം. അത് പണ്ട് ചെയ്തിരുന്നു. എഴുത്തച്ഛൻ ഉണ്ടാക്കിയത് ഇത്തരം ഒരു എഡിഷൻ, ഇത്തരം ഒരു ഇതാണ്. ഇതെല്ലാം കൂടി ചുരുക്കി 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 ഏതാണ്ട് 10-1 ചുരുക്കി കളഞ്ഞ കഥ എഴുത്തച്ഛൻ. അങ്ങനെ 10-1 ചുരുക്കിയപ്പോഴും എന്ത് ചെയ്തു അദ്ദേഹം? ഭഗവത്ഗീതയുടെ സന്ദേശം പലയിടത്തായി സന്ദർഭം കിട്ടുമ്പോഴൊക്കെ പ്രസ്താവിച്ചിട്ടു. അതുകൊണ്ട് ഭഗവത്ഗീതയും അതിനകത്ത് പ്രത്യേകം പറയേണ്ടി വന്നില്ല. പക്ഷേ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്, നിരൂപകന്മാർ പറയുന്നത്, ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഭാഗമാണെന്ന് എഴുത്തച്ഛന് ബോധ്യമാകാഞ്ഞതുകൊണ്ട് എഴുത്തച്ഛനത് ഒഴിവാക്കി കളഞ്ഞതാണ്. അങ്ങനെയല്ല. സന്ദർഭം കിട്ടുന്നിടത്തൊക്കെ കൃഷ്ണനെ പ്രകീർത്തിച്ചാൽ ഭഗവത്ഗീത ദർശനം കഥാഗാത്രത്തിലേക്ക് വിലയിപ്പിക്കലായി. പക്ഷേ എഴുത്തച്ഛന് പൊതുവെ ഈ ഭക്തിയുടെ അംശം കൂടുതലായിരുന്നില്ലേ? ഭക്തിയോടൊരു കമ്മിറ്റഡ്. അത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും കൂടിയാണ്. താൻ ജീവിച്ചിരുന്ന തൻ്റെ കാലത്ത് താൻ കണ്ട ചില തിന്മകളെ ഒഴിവാക്കുന്നതിന് ഭോഗപ്രധാനമായ ജീവിതമായിരുന്നു. അതാണ് സംസ്കാരം ഉപദേശിക്കേണ്ട ആളുകൾ, സാംസ്കാരിക ഉപദേശകന്മാർ, സമൂഹത്തിൻ്റെ ആചാര്യന്മാരാരാണ് യഥാർത്ഥത്തിൽ? സാംസ്കാരിക ഉപദേഷ്ടാക്കളാണ്, ധർമ്മോപദേഷ്ടാക്കളാണ് സമൂഹത്തിൻ്റെ ആചാര്യന്മാർ. അപ്പോൾ ധർമ്മോപദേഷ്ടാക്കൾ എല്ലാം കൂട്ടമായി അന്ന് ഭോഗജീവിതം നയിക്കുന്ന അനാശാസ്യമായ ദയനീയമായ ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ജീവിതം അനാശാസ്യതയിൽ മുങ്ങിക്കിടക്കുന്നു. അനാശാസ്യതയിൽ മുങ്ങിക്കിടക്കുന്ന ജീവിതത്തെ അതിൻ്റെ ആശാസ്യതയിലേക്ക് ഉയർത്തി പ്രതിഷ്ഠിക്കുക എന്ന ചരിത്രപരമായ മഹാകർത്തവ്യമാണ് എഴുത്തച്ഛൻ ഒറ്റയ്ക്കേറ്റെടുത്ത് നിർവഹിച്ചത്. ഈ അധ്യാത്മരാമായണത്തിലാണെങ്കിൽ പോലും വാൽമീകിക്ക് രാമനോടുള്ളതിനേക്കാൾ കൂടുതലൊരു ഭക്തിയും ഒരു പ്രതിബദ്ധതയും എഴുത്തച്ഛന് പ്രകടിപ്പിക്കുന്നുണ്ട്. വാൽമീകി രാമനോട് ഭക്തിയൊന്നുമില്ല, മതിപ്പ് മാത്രമേ ഉള്ളൂ. അധ്യാത്മരാമായണത്തിലാണ് ഈ ഭക്തി വരുന്നത്. വാൽമീകി രാമനോട് മതിപ്പ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അന്വേഷിച്ചത് പരിപൂർണ ധർമ്മനിഷ്ഠയോടുകൂടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാരാണെന്ന്. പരിപൂർണമായി ധർമ്മനിഷ്ഠ പാലിച്ചിരിക്കണം, അങ്ങനെ ജീവിച്ച ഒരാൾ. അതുകൊണ്ടാണ് നാരദനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. രാമൻ്റെ കഥ എഴുതാൻ അദ്ദേഹം മനസ്സിൽ കരുതി വച്ചിട്ട് ഭാവനയിൽ രാമകഥ സംഭവ പരമ്പരയുടെ അടിസ്ഥാനത്തിൽ അടുക്കി വച്ചിരിക്കുകയാണ്. അറിഞ്ഞിടത്തോളം രാമൻ ജീവിച്ചിടത്തോളവും. അങ്ങനെ ഇരിക്കുകയാണ് നാരദൻ അവിടെ സന്ദർശിക്കുന്നത്. മുന്യാശ്രമം ദണ്ഡകാരണ്യത്തിലെ വാൽമീകിയുടെ ആശ്രമം സന്ദർശിക്കുന്നു. അപ്പോൾ നാരദനോട് ചോദിച്ചു, അദ്ദേഹത്തെ അർഘ്യപാദ്യ ആചമനീയങ്ങൾ കൊടുത്തിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ എന്ന് ചോദിച്ചു. ആരാണ് വീര്യവാനും ഗുണവാനുമായി ആയ ഒരാൾ? സത്യവാക്യോ ദൃഢവ്രത. സത്യവാക്കായിരിക്കും. സത്യവാക്കാണ് ധർമാനുഷ്ഠാനം. സത്യം മനസ്സിലാക്കി ജീവിക്കുകയും സത്യം മനസ്സിലാക്കി പെരുമാറുകയും സത്യം മനസ്സിലാക്കി സംഭാഷണം ചെയ്യുകയും സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കുകയും. അങ്ങനെയുള്ളവനാരാണ്? സത്യവാക്യോ ദൃഢവ്രത. ചിലർ സത്യവാക്ക് പറയും, എന്നിട്ട് അതിനകത്തുനിന്ന് മാറിക്കളയും. മാറിക്കളയാത്തവനായിരിക്കണം, പറഞ്ഞ വാക്കിൽ നിന്ന് മാറാത്തവനായിരിക്കണം, ദൃഢപ്രതിജ്ഞനായിരിക്കണം. അതാണ് ദൃഢവ്രതൻ എന്ന് പറഞ്ഞത്. ദൃഢവ്രതനുമായിരിക്കണം. ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച.
കൃതജ്ഞതയുള്ളവനായിരിക്കണം. വാൽമീകി ഏറ്റവും കൂടുതൽ, വ്യാസൻ അതിനെക്കുറിച്ച് അത്ര ബോധവാനല്ല, നിശബ്ദനുമാണ്. കൃതജ്ഞതയുള്ളവനായിരിക്കണം. ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച. ലോകത്തിലെ ഏറ്റവും വലിയ പാപം ചെയ്തു തന്ന ഉപകാരം മറക്കുന്നതാണ് എന്ന് പറഞ്ഞ ഒരു ഋഷി വാൽമീകിയുള്ളൂ. പിന്നെ ഋഷിമാർ അങ്ങനെ ഒരു കൃതജ്ഞത പാലിക്കുന്നതാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് മറ്റ് ഋഷിമാരും പറഞ്ഞിട്ടില്ല. ഭഗവത്ഗീതയിൽ സൂചിപ്പിക്കും. അത് ഭഗവത്ഗീതയിൽ സൂചിപ്പിക്കുന്നത് എല്ലാം സൂചിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതും സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാൽമീകി ഇതിന് വലിയ പ്രാധാന്യം കൊടുത്ത ആളാണ്. അതുകൊണ്ടാണ് ഈ സുഗ്രീവനോട് ഇദ്ദേഹത്തിന് വലിയ കടപ്പാട് വരുന്നത്. രാമൻ കൃതജ്ഞനായിരിക്കണം. കൃതം വെച്ചാൽ കർമ്മമാണ്. കർമ്മത്തെ അറിയുന്നവനായിരിക്കും. ഒരുത്തൻ നമുക്ക് ചെയ്തു തന്ന കർമ്മത്തെ, ഉപകാരത്തെ, ഒരുത്തൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിന് പ്രയോജകീഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നാം എപ്പോഴാണ് അവന് പ്രയോജകീഭവിക്കേണ്ടത് എന്ന് ജാഗരൂകമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. നേരെ മറിച്ചാണ് ജീവിതം കണ്ടുവരുന്നത്. പ്രായോഗിക ജീവിതത്തിൽ നാം കണ്ടുവരുന്നത് ഉപകാരം ചെയ്തവനെ ഉപദ്രവിക്കാൻ എന്താണ് മാർഗമെന്നാണ്. അപ്പോൾ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു നാരദനോട്. ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത. ദൃഢവ്രതമുള്ള ഒരു സത്യവാക്കിനെ അങ്ങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നല്ല ആളിനോടാണ് ചോദിച്ചത്, ലോകസഞ്ചാരിയോടാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാമോ നാമ ജനൈശ്രുത ഇക്ഷ്വാകുവംശപ്രഭവോ. രാമോ നാമ ജനൈശ്രുത, അങ്ങനെ ഒരാളുണ്ട്. അത് ഇക്ഷ്വാകുവംശത്തിൽ ജനിച്ച ലോകവിശ്രുതനായ രാമനാണ് അങ്ങനെ ജീവിക്കുന്നയാൾ. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങ് കാവ്യം ചമയ്ക്കുക. അവിടെ കാവ്യം എന്ന് പറയുന്നത് നാം ഇന്ന് പറയുന്ന അർത്ഥത്തിൽ പോയട്രി എന്നുള്ള അർത്ഥത്തിലല്ല, കവിയുടെ കർമ്മം എന്ന നിലയിലാണ്. കവി ആരാണ്? ക്രാന്തദർശിയാണ്. ക്രാന്തദർശിയുടെ കർമ്മം എന്താണ്? ക്രാന്തദർശിയുടെ കർമ്മം പ്രപഞ്ചത്തിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ സത്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ സത്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ജനങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലെന്നുള്ള അല്ല പ്രശ്നം. ജനങ്ങളുടെ താല്പര്യം നോക്കിയിട്ടല്ല ധർമ്മോപദേശകന്മാർ പ്രവർത്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും. ജനങ്ങളുടെ താല്പര്യം നോക്കി സാഹിത്യം രചിക്കാം, ജനങ്ങളുടെ താല്പര്യം നോക്കി പത്രപ്രവർത്തനം നടത്താം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ജനങ്ങൾക്ക് കൊടുക്കുകയാണ് എന്ന വ്യാജേന അധാർമികമായ പല പ്രവർത്തനങ്ങളും നടത്താം. പക്ഷേ ധർമാചാര്യന്മാർ ചെയ്യുന്നത് അങ്ങനെയല്ല. അങ്ങനെ രാമനാണുള്ളത് എന്ന് നാരദൻ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെയാണ് ആ രചന. എഴുത്തച്ഛൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചായിരുന്നു ചോദ്യം. ഭക്തിയോടും അപ്പം അത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കണ്ട അനാശാസ്യമായ ജീവിതത്തെ അനുശാസിക്കാൻ രാമൻ്റെ കഥയെ അദ്ദേഹം ആയുധമാക്കി. രാമനെ എല്ലാവരും അറിയും. അപ്പോൾ പ്രത്യേകിച്ച് പുതിയൊരു കഥ എടുത്തിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ രാമൻ്റെ കഥയെ എടുത്തെഴുതി ഭക്തി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക്, പെട്ടെന്ന് ഭക്തി കയറി പിടിക്കും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക്. എന്താണ്? ഭക്തിയുടെ അടിയിൽ ഈ രതി കിടപ്പുണ്ട്. രതി മനുഷ്യജീവിതത്തിൻ്റെ സ്ഥായിഭാവമാണ്. ഈ രതി കൊണ്ടാണ് ഭൗതിക ജീവിതത്തോട് മനുഷ്യന് താല്പര്യം വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഈ പി കെ ബാലകൃഷ്ണൻ്റെയും MTയുടെയും ഒക്കെ ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ കസാന്താക്കീസിൻ്റെ ഉദാഹരണം, അതിലൊക്കെ ഉള്ളതുപോലെ ഈ മൂലകൃതിയോട് നീതി പുലർത്താതെ അല്ലെങ്കിൽ ഗ്രന്ഥകർത്താവിനോട് നീതി പുലർത്താത്ത ഒരു സമീപനം എഴുത്തച്ഛൻ്റെ കാര്യത്തിൽ ആരോപിക്കാൻ സാധിക്കില്ല. മഹാഭാരതത്തിൽ കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നു. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കളിപ്പാട്ടിൽ വാൽമീകി അവതരിപ്പിക്കുന്ന രാമനിൽ നിന്നും വ്യത്യസ്തനായ ഒരു രാമനെ ഒരു പരിധിവരെ. വാൽമീകി അല്ലല്ലോ അദ്ദേഹം മൂലമായിട്ടെടുത്തത്, അധ്യാത്മരാമായണകാരൻ്റെ അല്ലേ എഴുത്തച്ഛൻ. അപ്പോൾ വാൽമീകിയിൽ നിന്ന് വിഭിന്നമാണ് അധ്യാത്മരാമായണം. ഇല്ല, വാൽമീകി ധ്വനിദർശനമനുസരിച്ച് നിഗൂഢമാക്കി വെച്ച തത്വം അധ്യാത്മരാമായണകാരൻ പ്രകടിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അദ്ദേഹം വലിയ ഭാവനാശാലിയോ വലിയ ക്രിയേറ്ററോ സൃഷ്ടാവോ വലിയ കവിയോ വലിയ ഭാവനാശാലിയോ വലിയ പ്രതിഭാശാലിയോ ഒന്നും ആയിരുന്നില്ല. എങ്കിലും ഒരു കാര്യം വ്യക്തമാക്കി വെച്ചു കൊടുത്തു. വാൽമീകി അത് വ്യക്തമാക്കിയില്ല.
അവതാരമാണ് എന്നുള്ളത്. അന്ന് വ്യക്തമാക്കിയില്ല. പ്രവൃത്തി കൊണ്ട് അവതാരമാണെന്ന് കാണിച്ചു കൊടുത്തു. പലപ്പോഴും നമ്മുടെ പുരാണകർത്താക്കൾക്കുള്ളത് വെടിയാണെന്ന് പറഞ്ഞിട്ട് ഇട്ടോ എന്നും കൂടി ഉച്ചരിക്കും. അത് ചെയ്യേണ്ട ആവശ്യമില്ല. വാൽമീകി അത് ചെയ്തില്ല. വെടിയാണെന്ന് പറഞ്ഞു. വെടിയാണെങ്കിൽ ഇട്ടോ ഉണ്ടാകും പിന്നീട്. രാമൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനാണെന്ന് പറഞ്ഞു, തനിക്ക് വേണ്ടി ജീവിച്ചില്ലെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് കുടുംബമില്ലാതെ പോയത് അദ്ദേഹത്തിന്. തനിക്ക് വേണ്ടി ജീവിച്ചാൽ കുടുംബം ഉണ്ടാകും. ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് കുടുംബം ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം തകർന്നു പോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 7-ൽ ചൊവ്വയായിരുന്നു എന്ന് എഴുതി വെച്ചത്. ജ്യോതിഷത്തിൻ്റെ കൂട്ടം പിടിച്ചു. രാമൻ്റെ സ്വഭാവം വ്യക്തമാക്കാൻ വേണ്ടി ജ്യോതിഷത്തിൻ്റെ കൂട്ടം പിടിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആരായിരിക്കും? സാധാരണ ഒരു രാജാവിനത് ചെയ്യാൻ സാധ്യമല്ല. സാധാരണ ഒരു രാജാവായിരുന്നുവെങ്കിൽ ആരാണ് സീതയെക്കുറിച്ച് അപവാദം പറഞ്ഞത് എന്നേ അന്വേഷിക്കും. ചാരപ്രമുഖന്മാർ വന്നിട്ട് രാജ്ഞിയെക്കുറിച്ച് അങ്ങയുടെ പട്ടമഹിഷിയെക്കുറിച്ച് ഇങ്ങനൊരു അപവാദം ഇവിടെ പ്രചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ പറയുന്നത് എന്താണ്? അവന്മാരെല്ലാം പിടിക്കുക എന്നാണ് പറയുന്നത്. ആരാണെന്ന് പോലും ചോദിച്ചില്ല. ഇപ്പോൾ പിടിക്കാൻ പറയാത്ത രാജാവാണെങ്കിലും ചോദിക്കും, താൻ ആ വാതിലടച്ചിട്ട് വന്നതെന്ന് പറയും. വാതിലടച്ചിട്ട് ആരാ പറഞ്ഞത്? അറിഞ്ഞു വയ്ക്കാമല്ലോ. അങ്ങനെ ഒരു ചോദ്യമേ രാമൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ആ ഒരു ആകാംക്ഷ അദ്ദേഹം കാണിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെ വിഷയമല്ല, അദ്ദേഹത്തിന് അത് അറിയണ്ട. ഒരാൾ പറഞ്ഞാൽ മതി. ജനങ്ങളെല്ലാം പറഞ്ഞു എന്നാണേ വാൽമീകി രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ജനങ്ങൾക്കെല്ലാവർക്കും ആ സംശയം ഉണ്ടായിരുന്നു. 11 മാസവും 20 ദിവസവും സീത ലങ്കയിൽ താമസിച്ചു, രാവണൻ്റെ കൊട്ടാരത്തിൽ, ശംശവാ വൃക്ഷത്തിൻ്റെ താഴെ. അപ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായും അവരുടെ രാജ്ഞിയുടെ ചരിത്രത്തിൽ സംശയം ഉണ്ടാകാം. അപ്പോൾ സാധാരണ രാജാക്കന്മാരാണെങ്കിൽ ചെയ്യുന്നത്, അത് പറഞ്ഞവനാര്? എൻ്റെ പട്ടമഹിഷിയെക്കുറിച്ച് ആരാണ് ഇങ്ങനൊരു അപവാദം? അവൾ ചാരിത്രവതിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കെ അഗ്നി പരീക്ഷ കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്നിട്ടും അവളെക്കുറിച്ച് ഇങ്ങനൊരു അപവാദം പറയുന്നത് ആരാണ് എന്നാണ് അന്വേഷിക്കുക. അത് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെറുതെ വായിച്ചു പോകും. അന്വേഷിച്ചില്ല എന്നുള്ളത്. അന്വേഷിച്ചില്ല എന്ന ആ ചെറിയ പ്രയോഗത്തിൽ നിന്ന് ഈ വ്യക്തിയുടെ മഹത്വമാണ്. പർവ്വതത്തോളമുള്ള അതിൻ്റെ മഹത്വം. ഒരു കരട് പോലുമില്ലാത്ത, ഒരു ഇരുട്ട് പോലുമില്ലാത്ത അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ കതിർവീശി നിൽക്കുന്ന വെളിച്ചം, പ്രകാശധാവല്യമാണ് അവിടെ. അകളങ്കിതമായ പ്രകാശധാവല്യമാണ് അവിടെ പ്രകടമാകുന്നത്. അതാര് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിഷയമേ അല്ല. കുടുംബജീവിതം വേണ്ടെന്ന് വെച്ചു. ഇതൊക്കെ ഈ ധാർമ്മിക മൂല്യമാണല്ലോ സനാതനധർമ്മം എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ചരിത്രം എന്ന് പറയുന്നത് ഒരു സാമൂഹികവും ഗാർഹികവുമായ ചിട്ട, ഒരു സാമൂഹിക ക്രമീകരണത്തിനുള്ള വ്യവസ്ഥ എന്നുള്ളതിൽ കവിഞ്ഞ് സനാതനധർമ്മത്തിൻ്റെ വ്യാപ്തി അതിനുണ്ടോ? ചരിത്രം ഉണ്ട്. സനാതന ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ത്രീക്ക് അനുഷ്ഠിക്കാവുന്ന സനാതനധർമ്മമായി അന്ന് സങ്കല്പിച്ചിരുന്നതാണ്. അത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതൊരു മാനസികാവസ്ഥയല്ലേ? ഒരു ഭർത്താവിനെ മാത്രം സ്മരിച്ചു കൊണ്ടിരുന്നിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടുകയാണ് സ്ത്രീ. പ്രത്യേകിച്ച് തപസ് ചെയ്യണ്ട. ഈ കൊടുങ്കാട്ടിൽ പോയിരുന്ന് തപസ് ചെയ്ത് നേടുന്ന സിദ്ധി. അതുകൊണ്ടാണ് അവർ ശപിച്ചാൽ ഫലിക്കുന്നത്. അത് നമ്മൾ പറയുന്ന കഥയിൽ, നളചരിതത്തിൽ ഇത് സാധിക്കുന്നതായിട്ട്. കാട്ടാളനെ ശപിച്ച്, കാട്ടാളനെ മാത്രമല്ല, കാട്ടാളനെ ശപിക്കുക, കാട്ടുതീ ഉണ്ടാക്കുക, പിന്നെ അശരീരി ശബ്ദം ഉണർത്തി വിടുക, അങ്ങനെയൊക്കെ. ഇപ്പോൾ സ്ത്രീക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള സുഗമമായ ഉപാധിയാണ് വീട്ടിനകത്തിരുന്നുകൊണ്ട് ചെയ്യാം, അന്തഃപുരത്തിലിരുന്നുകൊണ്ട്. ബ്രഹ്മസാക്ഷാത്കാരം നേടി ജ്ഞാനിയാവുകയാണ്. പുരുഷൻ അനേകം യജ്ഞങ്ങൾ ചെയ്തിട്ടാണ്, അനേകം കാലം തപസ് ചെയ്തിട്ടാണ് ഇത് നേടുന്നത്. അപ്പോൾ ചരിത്രത്തിന് വെറുതെ ഒരു ഭർത്താവിനോട് കാണിക്കുന്ന ഒരു ദയ എന്നുള്ള നിലയിലല്ല, അന്യപുരുഷന്മാരെ വിചാരിച്ചിരിക്കുകയല്ല. പാതിവ്രത്യം എന്ന് പറയുന്നത് സ്ത്രീയുടെ വ്യക്തിത്വത്തിൻ്റെ
പരിപൂർണമായ മഹാത്മ്യത്തിലേക്ക്, ഒരു വ്യക്തിയുടെ പരിപൂർണമായ മഹാത്മ്യത്തിൻ്റെ നാലുപാടുമുള്ള അനന്തമായ ചക്രവാള സീമകളിലേക്ക് ആ വ്യക്തിത്വം വികസിച്ചെത്തിയിട്ട് ജനങ്ങളെ, രാജ്ഞിയാണല്ലോ, ജനങ്ങളെ മുഴുവനും സഹാനുഭൂതിയോടുകൂടി വീക്ഷിക്കുന്ന ഒരു മഹാരാജ്ഞിയായിരുന്നു കൊണ്ട് രാജ്യഭാരത്തിൽ രാജാവിനെ സഹായിക്കണം. ഒരു തരത്തിലുമുള്ള ദുശ്ചിന്തകളും തീണ്ടാൻ പാടില്ല. അത്യന്തം ഉദാരവതിയായിരിക്കണം, അത്യന്തം കാരുണ്യവതിയായിരിക്കണം. തനിക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് ജീവിതപ്രദമായും അത് ആനന്ദമായും പരിണമിപ്പിച്ചെടുക്കാൻ, മാറ്റിയെടുക്കാൻ കഴിയുന്നവളായിരിക്കണം. പാതിവൃത്യത്തിന് അന്യ പുരുഷന്മാരിലേക്ക് ഗമിക്കാതിരിക്കുക എന്ന് മാത്രമുള്ള അർത്ഥമല്ല ഉള്ളത്. സെലിബസി എന്നുള്ള അർത്ഥമല്ല അതിന്. അത് ശാരീരിക തലത്തിൽ മാത്രം, ശാരീരിക തലത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശാരീരിക തലത്തിൽ ഒരബദ്ധം പറ്റിയാൽ പോലും അതത്ര വലിയ പ്രശ്നമല്ല, അതൊരു പ്രശ്നമായി കണക്കാക്കുന്നേയില്ല. അതല്ല, മനസ്സിൻ്റെ ഔന്നത്യമാണ്. പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രഹസ്യം അറിയാൻ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉപാധിയാണത്. എൻ്റെ ഭർത്താവ് ദൈവമാണ് നല്ലതിനർത്ഥം. ഇത് ഭർത്താവിനെ തന്നെ വിചാരിച്ച് വരുമ്പോൾ ലോകശക്തിയിലേക്കാണ് പിന്നെ അവരുടെ ചിന്ത പോകുന്നത്. കോൺസെൻട്രേഷൻ ഉണ്ടാകാവുന്ന ഒരു എക്സ്റ്റേണൽ ഓബ്ജക്റ്റ്, ഉപാസ്യ വസ്തു, ഒരു ഉപാസ്യ വസ്തുവാണ്, ഒരു ബാഹ്യ വസ്തുവാണ്, ഒരു ധ്യേയ വസ്തുവാണ് ഭർത്താവ്. ഇത് കഴിയുമ്പോൾ ഭർത്താവിൽ നിന്ന് ആൾ പോകും, ലോകാനുരാഗത്തിൻ്റെ മൂർത്തിയായി മാറും. ഗാന്ധാരി ലോകാനുരാഗത്തിൻ്റെ മൂർത്തിയായി മാറിയില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ശപിച്ചത്. ചെയ്യാത്ത കുറ്റത്തിന്, ദുര്യോധനൻ ചെയ്ത കുറ്റത്തിന് ഗാന്ധാരി ശപിച്ചത് ശ്രീകൃഷ്ണനായിരുന്നു. ദുര്യോധനൻ മാത്രമല്ല, ഗാന്ധാരിയും ദുര്യോധനനും ചെയ്ത കുറ്റത്തിന് ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ചത് അവർ പതിവ്രതയല്ലാഞ്ഞതുകൊണ്ടായിരുന്നു. എന്താണ്? പരിപൂർണമായ ഔദാര്യത്തിലേക്ക് അവരുടെ മനസ്സ് ഉയർന്നു ചെന്നില്ല, ബ്രഹ്മസാക്ഷാത്കാരം നേടിയില്ല. അവർക്ക് വളരെ പരിമിതമെങ്കിലുമായ സ്വാർത്ഥതയുണ്ടായിരുന്നു. അല്ലാതെ ഭർത്താവിന് വിധേയമായി ജീവിക്കുന്നത് പാതിവൃത്യത്തിൻ്റെ ചവിട്ടുപടി മാത്രമാണ്, പാതിവൃത്യത്തിൻ്റെ ബാലപാഠമാണ്, പാതിവൃത്യത്തിൻ്റെ ഹരിശ്രീയാണ്. അന്യ പുരുഷ സമ്പർക്ക വർജനം, അതല്ല ശരിയായ പാതിവൃത്യം. അങ്ങനെയാണ് ആളുകളുടെ ധാരണ. ആളുകൾക്ക് എന്താണ് ധരിച്ചുകൂടാത്തത്? ഇപ്പോൾ പുരുഷൻ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകുമ്പോൾ ആ ബ്രഹ്മസാക്ഷാത്കാരം പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? പുരുഷൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയ്ക്കും ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇയാളുടെ ബ്രഹ്മസാക്ഷാത്കാരാത്മകമായ പ്രവർത്തനത്തിന് മുഴുവൻ ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ചിട്ടില്ലാത്ത ഭാര്യ പ്രതിബന്ധമായി നിൽക്കും. അപ്പോൾ അവർക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വളരെ രഹസ്യമായ ഒരു ഉപദേശമാണ് അവരുടെ പാതിവൃത്യം. അത്തരത്തിലുള്ള ബ്രഹ്മസാക്ഷാത്കാരം ലക്ഷ്യമാക്കി നമ്മുടെ അടുത്ത കാലത്ത് പറയുകയാണെങ്കിൽ ശാരദാദേവി, അങ്ങനെ ഒരാളാമത്തെ കാണുന്നു. ചിലപ്പോൾ കസ്തൂർബ ഗാന്ധിയും പറയാമായിരിക്കും. വേറെ ആരും ഉള്ളതായിട്ട് അറിയില്ല, അടുത്ത് അറിയപ്പെടുന്നവരില്ല. അല്ലാതെ ഭർത്തൃപരിചരണമല്ല അതിൻ്റെ ലക്ഷ്യം. ഭർത്തൃപരിചരണം പാതിവൃത്യത്തിൻ്റെ ഹരിശ്രീയാണ്. ഹരിശ്രീ ഗണപതയെ നമ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അല്ല, പലപ്പോഴും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണല്ലോ പരിചരണം, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി. അപ്പം അങ്ങനെ എനിക്ക് അഗ്നിപരീക്ഷയിലൂടെ സ്വഭാവത്തിൻ്റെ അഗാധതയും വ്യാപ്തിയും അറിയാമെന്നിരിക്കെ ആരാണ് എൻ്റെ ഭാര്യയെക്കുറിച്ച് അപവാദം പറഞ്ഞ്, അപവാദമാണല്ലോ അപ്പോഴത്, സത്യമല്ലല്ലോ, അപവാദം പറഞ്ഞ് പരത്തുന്നത്? അവനെ പിടിച്ചു കെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നാണ് അദ്ദേഹം പറയേണ്ടിയിരുന്നത്. ആവശ്യത്തേക്ക് അങ്ങനെ പറയുന്ന വ്യവസ്ഥയായിരുന്നെങ്കിൽ ആരും അങ്ങനെ പറയുകയില്ലായിരുന്നു. ഈ ഇവിടുത്തെ ജനങ്ങളുടെ ഇങ്ങനെ ഈ തുറന്ന ഈ അഭിപ്രായം, വെളുത്താടനെന്നൊക്കെ ഉള്ളത് കമ്പരെഴുതിയ കഥകളിലും നമ്മുടെ മണ്ണൻ മണ്ണാത്തി. ഈ കഥകളിക്കാരത്ര കേമന്മാരും അഭിനയ വിദഗ്ധന്മാരും ആയാലും കഥകളി എഴുതിയവരൊക്കെ ഈ രണ്ടാം കിട പ്രതിഭകളാണല്ലോ.
അതെ, ഒന്നാം കടക്കാരല്ല. ഒന്നാം കടക്കാരൻ ഒരാളെ ആട്ടക്കഥ എഴുതി, എത്രയേ ഉള്ളൂ. അത് ഉണ്ണായിവാര്യർ മാത്രമാണ്. അത് അങ്ങനെ ഒന്നാം കടക്കാരനായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നാം കടക്കാരനല്ല. പല കടകളും ഉണ്ടായിരുന്നു പുള്ളിക്ക്, ഒന്നാം കടക്കാരനല്ല. ഈ ആട്ടക്കഥ എഴുതിയവരിൽ വെച്ച് പ്രമുഖനായിരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ രാമനത് ചെയ്തില്ല. ഇത് ചെയ്യാത്തത് അദ്ദേഹത്തിന് ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടായതുകൊണ്ടാണ്. അതും വാൽമീകി സൂചിപ്പിക്കുമേ, വേദവേദാംഗ തത്വജ്ഞോ സർവ ശാസ്ത്രാർത്ഥ തത്വജ്ഞോ എന്ന് രാമനെ വിശേഷിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയവൻ അവതാര പുരുഷനാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇവനെ എടുത്ത് പറയണ്ട. ചെണ്ട എടുത്ത് കൊട്ടിക്കൊണ്ടിരുന്നിട്ട് ഇടക്കിടയ്ക്ക് ചെണ്ട കൊട്ടുന്ന ആൾ ചെണ്ട 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 എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അത് ആൾക്ക് കാണുമ്പോൾ പറയാം ചെണ്ടയാണ് ഈ കൊട്ടുന്നതെന്ന്. അവതാര പുരുഷൻ ജീവിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവതാര പുരുഷൻ എന്ന് പറഞ്ഞില്ലേ. ഇത് മനസ്സിലായില്ല എന്ന് വ്യാസന് മനസ്സിലായി. ജനങ്ങൾക്ക് ഇദ്ദേഹം ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതുകൊണ്ട് മനസ്സിലായില്ല, ഞാനത് എടുത്തും കൂടി പറഞ്ഞേക്കാം. എന്നിട്ട് മനസ്സിലായോ? എന്നിട്ടും മനസ്സിലായില്ല. ഇതാണ് വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് രാമൻ അതിനെ അവതാര പുരുഷനായിട്ടല്ല, രാമൻ തന്നെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നൊരു മേനിയെ. ആത്മാനം മാനുഷം മന്യേ രാമം ദശരഥാത്മജം. രാമനോട് പറഞ്ഞു, അങ്ങ് അവതാര പുരുഷനാണല്ലോ എന്ന് പറഞ്ഞു. അവതാര പുരുഷനോ? അതെ. അപ്പം അദ്ദേഹം പറഞ്ഞു, ആത്മാനം മാനുഷം മന്യേ, ഞാനൊരു മനുഷ്യനാണ്, എന്നെ ഞാൻ ഒരു മനുഷ്യനായിട്ടാണ് കരുതുന്നത്. രാമം ദശരഥാത്മജം, ദശരഥപുത്രനായ മനുഷ്യനാണ് ഞാനെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ രാമൻ പറഞ്ഞിട്ടുണ്ട്. രാമൻ തന്നെ അങ്ങനെ പറഞ്ഞിരിക്കെ പിന്നെയും അദ്ദേഹത്തെ അവതാര പുരുഷൻ എന്ന് ആരോപിച്ച് വാഴ്ത്തുന്നത് എന്തിനാണ് എന്നാണ് ബുദ്ധിമാന്മാരായ നിരൂപകന്മാരുടെ ചോദ്യം. ഒരു വിനയം കാണിച്ചതാണ്. പിന്നെ ഞാൻ അവതാര പുരുഷനല്ലേ, പിന്നെ അതറിയാൻ പാടില്ലേ എന്ന് പറഞ്ഞ് ചാടണമെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. അല്ല, ഈ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് അല്ല, ഊനോക്തി അല്ലെങ്കിൽ നിഷേധം ഈ ശരിക്കും ശക്തി, മറ്റേ വാസ്തവത്തിന് സത്യത്തിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടി നിഷേധം പറയാം. അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു ലാക്ഷണികമായ ഉക്തിയാണത്. അല്ല ഉടനെ ചാടിക്കയറി ഞാൻ അവതാര പുരുഷനാണ്, നിങ്ങളെല്ലാവരും എന്നെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള സഞ്ചാരം എങ്ങോട്ടായിരിക്കും? പിന്നീട് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം ഹിരണ്യനിലേക്കായിരിക്കും. അവിടെ നിന്ന് പിന്നെ ഹിരണ്യനിലേക്ക് ദൂരം കുറവാണ്. ഹിരണ്യായ നമഃ എന്ന് ജനങ്ങളെ കൊണ്ട് ജപിപ്പിച്ച എന്നെ തന്നെ യജിച്ചാൽ മതി എന്ന് മഹാബലിയെ കൊണ്ട് പറയിപ്പിച്ച ആ പദവിയിലേക്കായിരിക്കും. ഞാൻ അവതാര പുരുഷൻ തന്നെയാണ്, അതിതുവരെ മനസ്സിലായില്ലായിരുന്നില്ലേ ബുദ്ധി എന്ന് ചോദിച്ചാൽ അവതാര പുരുഷനല്ലെന്നാണ് അർത്ഥം. അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞപ്പോഴും വിനീതനായി ആ പ്രശംസ അദ്ദേഹത്തെ ബാധിക്കാതെ, ആ സത്യം അദ്ദേഹത്തെ ബാധിക്കാതെ താൻ ജനങ്ങളുടെ ഒരു ദാസനാണ് എന്ന നിലയിൽ വിനയം കാണിച്ചുകൊണ്ട് അദ്ദേഹം നിന്നു. അങ്ങനെയാണ് വലിയ ആളുകളെ പ്രശംസിക്കുമ്പോൾ ഈ പ്രശംസിക്കുന്നത് ഞാനാണല്ല, മഹാത്മാവാണെന്ന് ഗാന്ധിജിയെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്ത് മഹാത്മാവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മഹാത്മാവെന്ന് എന്നെ പറഞ്ഞിട്ട് എന്നെ കരുതി പോരുന്നത്, പ്രായോഗികമായിട്ട് എന്നെ കരുതി പോരുന്നത് ഒരു ശിവായിയുടെ മാതിരിയാണ് എന്നും പറയേണ്ടി വരും. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ എന്നെക്കുറിച്ച് പൂർണ്ണമായി പറയാമെങ്കിൽ ഞാനൊരു തോട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കക്കൂസ് വീഴാൻ നടക്കുന്നവനെ ആ പ്രവൃത്തി ഞാൻ നല്ലപോലെ ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ഒരു പറച്ചിലാണ് പറഞ്ഞത്. തോട്ടിയാണെന്ന് രാമൻ പറഞ്ഞില്ല, കാരണം ജീവിത രീതിക്കുള്ള വ്യത്യാസം കൊണ്ടാണ്. സിംഹാസനത്തിലിരിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് തോട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ അത് കയറിയെടുത്തിട്ട് രാമൻ തന്നെ അദ്ദേഹം അവതാര പുരുഷനല്ല എന്ന് സ്ഥാപിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ അവതാര പുരുഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അവരോധിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനേകം തെറ്റുകൾ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് വേണ്ടത്.